അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് BSNL ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി LDF നേതാക്കൾ. BSNLന്റെ കോപ്പർ കേബിളുകൾ റോഡിനടിയിൽ നിന്നും മാറ്റുന്നതിന് ഇടപെടലുകൾ നടത്താമെന്ന് ടെലികോം ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് വികസനത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ BSNL ഉദ്യോഗസ്ഥരുമായി LDF നേതാക്കൾ ചർച്ച നടത്തി. ഫൈബർ കണക്ഷന്റെ സപ്ലൈക്ക് മോഡം പോകും. ഇപ്പൊ ഈ സാധനം ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ഈ കോപ്പറിന്റെ മോഡം ആയിട്ടുള്ള ഇതിവിടെ വെച്ച് കട്ട് ചെയ്താൽ എവിടെ പുറത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് ഇതാക്കണില്ലല്ലോ. അതിനുവേണ്ടി ഇത്ര ലക്ഷം രൂപയോ ഈ ലക്ഷം പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സാറേ, ഇത് നെഗോഷ്യബിൾ എമൗണ്ട് ആണ്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് KRP ഫൈബർ ആക്കാൻ നമുക്ക് പൈസ തരുന്നില്ല എന്ന സമയത്ത് നിങ്ങൾ ചെയ്ത സമയത്ത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പറയാൻ. പിന്നെ ഇപ്പൊ മേഡം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വർക്ക് നടത്തിക്കോ, നമുക്ക് കുഴപ്പമില്ല, കേബിൾ കട്ട് ചെയ്തൊന്നും പറയുന്നുണ്ട്. പക്ഷെ KSEBക്ക് അത് ചാർജ് ചെയ്യാണ്ട് നഗരം മുഴുവൻ ഡിജിറ്റൽ ആവണ്ടേ? ഈ BSNL റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ട്രാൻസ്ഫോമർ അത് നമുക്ക് വഴിയുടെ ഭാഗമായി എടുത്തു പോകേണ്ടതുണ്ട്. ആ എടുത്തു പോകുമ്പോൾ ഈ ട്രാൻസ്ഫോമർ നേരെ എടുത്ത് സ്ഥാപിക്കാൻ വേണ്ടി അവരവിടെ സെപ്പറേറ്റ് അതിന്റെ പില്ലർ ഉൾപ്പെടെ സ്ഥാപിച്ചു. കേബിള് താഴെ കേരള വിഷയത്തിൽ ഉൾപ്പെടെ കേബിൾ പോകുന്നുണ്ട്, അത് ഉൾപ്പെടെ സ്ഥാപിക്കാനായിട്ട് സെപ്പറേറ്റ് പോസ്റ്റ് ഇട്ട് പോയിട്ടുണ്ട്. റോഡിൽ BSNL സ്ഥാപിച്ച കോപ്പർ കേബിളുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാത്തതിനാൽ വാട്ടർ അതോറിറ്റി, KSEB, KSTP വകുപ്പുകളുടെ നവീകരണ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. കോപ്പർ ലൈൻ മാറ്റി ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നതിന് കിഫ്ബി 20 ലക്ഷം രൂപ BSNLന് നൽകിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ കേബിളുകൾ മാറ്റാത്തത് റോഡ് നിർമ്മാണത്തെ ബാധിച്ചു. ഇതേ തുടർന്നാണ് BSNL മൂവാറ്റുപുഴ ഏരിയ മാനേജറുടെ ചേംബറിൽ BSNL ഉദ്യോഗസ്ഥരുമായി LDF നേതാക്കൾ ചർച്ച നടത്തിയത്. BSNL ഡിവിഷണൽ എഞ്ചിനീയറുമായിട്ട് LDFന്റെ നേതാക്കന്മാർ സംസാരിക്കുകയുണ്ട്. BSNLും KSEBയും വാട്ടർ അതോറിറ്റിയും PWDയും യോജിച്ച് നീങ്ങിയാൽ മാത്രമേ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അത് സംബന്ധിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. BSNLന്റെ അപ്രൂവൽ കിട്ടാതെ കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈൻ മാറ്റാൻ കഴിയില്ല. അതിനാവശ്യമായ ഫണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു. 21 ലക്ഷം രൂപ ഇപ്പോൾ ഈ BSNLന് അടച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഖ്യ അടച്ചാൽ മാത്രമേ നമുക്ക് ഈ റോഡ് പണി പുനരാരംഭിക്കാൻ കഴിയൂ. റോഡ് നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ BSNL ഉദ്യോഗസ്ഥർക്ക് മാത്യു കുഴൽനാടൻ MLA ഇതുവരെയും അറിയിപ്പ് നൽകിയില്ലെന്ന് മുൻ MLA ബാബു പോൾ പറഞ്ഞു. BSNL ഡിവിഷണൽ എഞ്ചിനീയറുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. BSNLന്റെ പ്രധാന റോളാണ് ഈ റോഡ് നിർമ്മാണത്തിലുള്ളത്. പക്ഷേ ആ പ്രധാന റോള് വഹിക്കേണ്ടുന്ന BSNL നാളിതുവരെയായിട്ടും യാതൊരുവിധ ചർച്ചകൾക്കോ അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നതിനോ MLA എന്നുള്ള തരത്തിൽ ശ്രീ മാത്യു കുഴൽനാടൻ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് ആണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അത്തരമൊരു അലംഭാവം കാണിച്ചത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേട് എന്നല്ലാതെ മറ്റെന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപനം നടത്തേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ MLAക്ക് തന്നെയാണ്. അത് നിർവഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ റോഡ് നിർമ്മാണം ഇത്രയും അനന്തമായി നീട്ടുപോകുന്നത് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരുന്നു. BSNLന്റെ കോപ്പർ കേബിളുകൾ റോഡിനടിയിൽ നിന്ന് മാറ്റുന്നതിന് ഇടപെടൽ നടത്താമെന്ന് മൂവാറ്റുപുഴ ടെലികോം ഡിവിഷൻ എഞ്ചിനീയർ JD ഒമാർ എന്നിവർ അറിയിച്ചു. കേബിളുകൾ മാറ്റിയില്ലെങ്കിൽ വൈദ്യുതി പ്രവഹിച്ച് അപകടാവസ്ഥയുണ്ടാകും. LDF നേതാക്കളായ PM ഇസ്മായിൽ, ബാബു പോൾ, അനീഷ് M മാത്യു, UR ബാബു, CK സോമൻ, MN മുരളി, KG അനിൽകുമാർ, PB അജിത് കുമാർ, VA ജാഫർ സാദിഖ്, ജോർജ് വെട്ടിക്കുഴി തുടങ്ങിയവർ ചേർന്നാണ് ചർച്ച നടത്തിയത്. പ്രതിസന്ധി പരിഹരിക്കാൻ BSNL, KSEB, KRFB, പൊതുമരാമത്ത് റോഡ് വിഭാഗം എന്നിവരുടെ യോഗം 17-ന് വീണ്ടും ചേരും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.